ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രഭാഷണം നടത്താൻ വേണ്ടി ഉപദേശം നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് ജലാൽ തങ്ങൾ ഉസ്താദിനെ ആദരവോടെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനമുള്ള സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, മുതഅല്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംഗമം കബൂൽ ചെയ്യട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വളരെ സന്തോഷകരമായ ഒരു സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മൽഹർ ഹിഫ്ളുൽ ഖുർആൻ കോളേജിൻ്റെ പുതിയ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച മഹത്തായ ഒരു വേദിയാണ്. ശൈഖുനാ തങ്ങൾ ഉസ്താദ് മൽഹർ എന്ന മഹത്തായ സ്ഥാപനം, അതൊരുപാട് സ്ഥാപനങ്ങളുടെ കേന്ദ്ര സ്ഥാപനമാണ്. അതിൻ്റെ ബ്രാഞ്ചുകൾ കേരളത്തിലും കർണാടകയിലുമായി 15ഓളം സ്ഥലങ്ങളിൽ, അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിലും മൽഹറിൻ്റെ കീഴിൽ ദീനീ സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലാദ്യമായി മൽഹറിൻ്റെ ബ്രാഞ്ച് നിലവിൽ വന്നത് ഈ മഹത്തായ പള്ളിയാണ്. തങ്ങൾ ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ പള്ളി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നീട് മദ്രസ ആരംഭിച്ചു. ഈ പള്ളി ഒന്ന് ഹയാത്തായി കാണണം, അത് എൻ്റെ വല്ലാത്തൊരാഗ്രഹമാണെന്ന് തങ്ങൾ ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്. അൽഹംദുലില്ലാഹ്, തങ്ങൾ ഉസ്താദിൻ്റെ വഫാത്തിനോടടുത്ത സമയത്ത് തന്നെ മൽഹർ കേന്ദ്ര സ്ഥാപനത്തിൽ നടന്നു വന്ന ഹിഫ്ള് ഇങ്ങോട്ട് മാറ്റുകയും അന്ന് പള്ളി മാത്രമുണ്ട്, ചെറിയൊരു മദ്രസയുടെ ബിൽഡിങ്ങും. ആ ഉള്ള സൗകര്യത്തിൽ ഹിഫ്ളുൽ ഖുർആനും അതുപോലെ തന്നെ മദ്രസയും നടന്നുകൊണ്ട് കുട്ടികൾ അഡ്മിഷൻ വർദ്ധിക്കുകയും, അതുപോലെ ഹിഫ്ള് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നേരത്തെ സയ്യിദ് അവർ സൂചിപ്പിച്ചതുപോലെ തങ്ങൾ ഉസ്താദിൻ്റെ നമ്മുടെ ഈ ഹിഫ്ളുൽ ഖുർആൻ അതിൻ്റെ പ്രത്യേകമായ ഒരു നിയമമാണ്, ഹാഫിളായാൽ മാത്രം സനത് കൊടുക്കൂല, അവരെ ആലിമും കൂടെ ആവണം. ഇല്ല എങ്കിൽ ഹിഫ്ള് പൂർത്തിയാക്കി പല മേഖലയിലേക്കും അവർ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് കടുത്ത തെറ്റായി പോകും. പഠിച്ച ഖുർആൻ മറക്കുക എന്നത് വലിയ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ ഫീൽഡിൽ തന്നെ അവർ തുടർന്നാൽ മാത്രമാണ് വിശുദ്ധ ഖുർആൻ ആ പഠിച്ചത് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തങ്ങൾ ഉസ്താദ് നിബന്ധന വെച്ചു, ഹാഫിളും ആലിമുമാകണം, അങ്ങനത്തെ മാത്രമേ അഡ്മിഷൻ കൊടുക്കുകയുള്ളൂ. ഹിഫ്ള് പഠിച്ച് ഇവിടെ തന്നെ ഇൽമിൽ തുടരാൻ താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അൽഹംദുലില്ലാഹ്, തങ്ങൾ ഉസ്താദിൻ്റെ ആ ഒരാഗ്രഹം കഴിഞ്ഞ ഉറൂസിൽ സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലി സമ്മേളനത്തിൽ നമ്മളൊക്കെ അത് കണ്ടു. പല ഹാഫിളീങ്ങളും സനത് വാങ്ങി. തങ്ങൾ ഉസ്താദ് ഉദ്ദേശിച്ചതിലും ഉപരിയായി അൽഹംദുലില്ലാഹ് ഇവിടെ ഹയാത്താകാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംരംഭമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുക പുതിയ ബിൽഡിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ഈ മഹത്തായ ഹിഫ്ളിനും ഇവിടെ നടക്കുന്ന റിസർച്ച് ദർസിനൊക്കെ സഹായിക്കുന്ന, സഹകരിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഈ ബിൽഡിങ്ങിൽ തന്നെ ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അതൊക്കെ ഖബൂലാക്കട്ടെ. നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സംബന്ധിക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനും ഈ ഒരു സംഗമം അല്ലാഹു തആല കാരണമാക്കട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പല ഉസ്താദുമാരും നേതാക്കളുമൊക്കെ നമുക്ക് ആശംസ അറിയിക്കാനുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ ഉസ്താദ് സൂചിപ്പിച്ച നമ്മുടെ ഈ
സ്ഥലത്തിൻ്റെ വിഷയം. അൽഹംദുലില്ലാ, നമ്മുടെ അള്ളാഹറിൻ്റെ ദമാമിലെ സജീവ സാരഥ്യം കൂടിയായ ഹനീഫ് ദമാമ 10,000 രൂപ ഈ സംരംഭത്തിലേക്ക് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു തആല കബൂലാക്കട്ടെ. നാളെ സ്വർഗത്തിൽ അള്ളാഹു അതിന് പകരം നൽകട്ടെ. ഈ അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങൾ ഉസ്താദ് 50,000 രൂപ ഈ മഹത്തായ സ്ഥലത്തിന് വേണ്ടി ഏറ്റെടുത്തു. അല്ലാഹു അക്ബർ. അള്ളാഹുവിനെ കബൂലാക്കട്ടെ. ഷെയ്ഖുന തങ്ങളുസ്താദിൻ്റെ അതേ പാത പിന്തുടർന്ന് ഏത് വിഷയത്തിലാണെങ്കിലും അൽഹംദുലില്ലാ, തങ്ങളുസ്താദിൻ്റെ ഒരു പ്രത്യേകത നമുക്കൊക്കെ അറിയാം. എവിടെ ദീനിൻ്റെ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിലും അതിൻ്റെ ആദ്യത്തെ ഒരു സംഭാവന തങ്ങളുസ്താദ് അങ്ങോട്ട് കൊടുക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ, പല സ്ഥലത്തും തങ്ങളുസ്താദ് നമ്മളോട് അതൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ഞങ്ങൾക്കിവിടെ സുന്നി സെൻറ്റർ തുടങ്ങാൻ തങ്ങളുസ്താദാണ് ആദ്യം പൈസ തന്നത്. പല സ്ഥലത്തും വലിയ അത്ഭുതങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ഒരിക്കൽ ഇസുദ്ദീൻ സഖാഫി അവിടുത്തെ SOSൻ്റെ പ്രസിഡൻറ്റ് മൗലഹറിൻ്റെ സലാത്തിൽ ഒരിക്കൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞൊരു അനുഭവം. അത് നെയ്യത്ത്, ആ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആ നെയ്യത്തിൻ്റെ പവർ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ കൊല്ലം ജില്ലയിൽ പോയ സമയത്ത് അവിടെ SOSന് ഒരു ഓഫീസ് വേണം, അതില്ല. അപ്പോൾ അന്ന് പ്രസിഡൻറ്റ് ഇസുദ്ദീൻ സഖാഫിയാണ്, ഇന്ന് മുഷാവറ മെമ്പറാണ്. അപ്പോൾ തങ്ങളുസ്താദ് അവിടെ സലാത്തിന് പോകാറുണ്ടല്ലോ, പരിപാടിക്കൊക്കെ പോകാറുണ്ട്. തങ്ങളുസ്താദിനോട് കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു മീറ്റിംഗ് നടത്തി. അതിലാദ്യം തങ്ങളുസ്താദ് 10,000 രൂപ, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ്, 10,000 രൂപ എടുത്ത് അപ്പം തന്നെ കൊടുത്തു. അങ്ങനെ ആ 10,000 രൂപ അവരവരെ സൂക്ഷിച്ചു വെച്ചു. ഇനിയും ധാരാളം കാശ് വേണം, 10,000 കൊണ്ടൊന്നും ആവൂല. അങ്ങനെ പിന്നീട് തങ്ങളുസ്താദിൻ്റെ വഫാത്തിന് ശേഷമാണ് ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ ഇറങ്ങുന്നത്. പക്ഷെ അങ്ങനെ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പണി, അതിൻ്റെ കമ്മിറ്റി കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വീണ്ടും സംഗമിച്ചപ്പോൾ അന്ന് തങ്ങളുസ്താദ് കൊടുത്തത് 10,000, 1000ൻ്റെ ചുവന്ന നോട്ടുണ്ടല്ലോ, ക്യാൻസൽ ചെയ്യപ്പെട്ട് ആ 10,000 10 നോട്ട് കൊടുത്തത് മൂപ്പരങ്ങനെ തന്നെ സൂക്ഷിച്ചു. മൂപ്പരത് മറന്നുപോയി. പിന്നെ എടുത്തു നോക്കുമ്പോൾ ഇനി ഇതെന്ത് ചെയ്യും, ക്യാൻസലാക്കിയല്ലോ. പക്ഷേ തങ്ങളുസ്താദിൻ്റെ ഒരു നെയ്യത്തിൻ്റെ പവറിന് വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഏതായാലും ആ 10,000 എടുത്തിട്ട് മീറ്റിങ്ങിന് വന്നു. എന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അന്ന് തങ്ങളുസ്താദ് അന്ന് തന്നതാണ് ഈ 10,000. എൻ്റെത് ആദ്യം ഈ സ്ഥാപനത്തിന്, ഈ സുന്നി സെൻറ്റർക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്നത് ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഞാൻ ഉത്തരവാദിയാണ്. അതുകൊണ്ട് തങ്ങളുസ്താദിൻ്റെ ആ ഇഖ്ലാസിൻ്റെ ആ നിയ്യത്തോടുകൂടെ കരങ്ങളിൽ നിന്ന്, ആ ബർക്കത്താക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് തന്നതാണ്. ഇതിന് വലിയൊരു പവറുണ്ട്. അതുകൊണ്ട് ഈ 10,000-ലെ ഓരോ 1000 നോട്ടും ഓരോരുത്തർ ഏറ്റെടുത്ത് അതിന് പകരം നിങ്ങളൊരു സംഖ്യ തന്നാൽ നമുക്കിതിൻ്റെ പ്രവർത്തനം തുടങ്ങാമെന്ന് അദ്ദേഹം പറയാണ്. ആ 10,000-ന് പിടിയും വലിയാണ്. എത്ര പെട്ടെന്നാണ് ഓരോരുത്തരത് സ്വീകരിച്ചത്. എന്നിട്ട് എത്ര കിട്ടിയെന്നറിയോ? 1000 നോട്ട് ഓരോരുത്തർ ഏറ്റെടുത്ത് പകരം 10,000, 1000-ന് 10,000. ആ 10,000 1,00,000 മാറി. അതാ തങ്ങളുസ്താദിൻ്റെ നിയ്യത്തിൻ്റെ പവർ. ഇന്ന് വളരെ സുന്ദരമായി കൊല്ലം ജില്ലയിൽ സുന്നി സെൻറ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പാരമ്പര്യമാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല വലിയ ബർക്കത്ത് നൽകട്ടെ. ഇനിയും ഇസ്സത്ത് അല്ലാഹു തആല നൽകട്ടെ. ഞാൻ നീട്ടുന്നില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മൾ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ, ഹാഫിളീങ്ങളുടെ അവരൊരു ദുആ കിട്ടിയാൽ മതി. മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു ദുആക്ക് വലിയ ഇജാബത്തുള്ള മഹാനാണ്. ഒരു പണ്ഡിതൻ്റെ അല്ലെങ്കിൽ ഒരു മുതഅല്ലിമിൻ്റെ ഒരു ദുആ കിട്ടിയാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ട്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. ഇവരെ സഹായിക്കുന്നത് കൊണ്ടും ഇവരോടെല്ലാം ഒത്താശയും ചെയ്തതുകൊണ്ട്. ഒരിക്കൽ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു ഒരു യതീം കുട്ടിയെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഡ്രസ്സ് വാങ്ങി കൊടുക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് ചെന്നു, ഒരു ടെക്സ്റ്റൈൽസിലേക്ക്. അന്ന് ആ ടെക്സ്റ്റൈൽസിൽ അതിൻ്റെ പ്രവർത്തകൻ, ആ ടെക്സ്റ്റൈൽസ് മാൻ ഒരു സാധാരണക്കാരനായ സെരിയുസ് സഖ്തി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇക്സി ഹാദൽ യത്തീം, ഈ കുട്ടിക്കൊരു ഡ്രസ്സ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തു. അപ്പോൾ തന്നെ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു കൊടുത്തു.
ആ ഒരു ദുആഇൻ്റെ ഫലം നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട ബി ഉസ്താദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്ന അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ചുരുക്കുകയാണ്. മഅറൂഫുൽ ഖഹീർ റളിയല്ലാഹുവിൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെ കാരണം കൊണ്ട് മഹാനായ ആ ടെക്സ്റ്റൈൽസ് നടത്തിയിരുന്ന സരീസക്കത്തി എന്ന് പറയുന്ന അദ്ദേഹം പിന്നെ ഉന്നതമായ സ്ഥാനത്തേക്ക് കയറുകയാണ്. ഔലിയാക്കളുടെ വിലായത്തിൻ്റെ മർത്തബയിൽ എത്രത്തോളം എത്തിയെന്നറിയോ? മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനബികളുടെ മശായിഖന്മാരെ എണ്ണി നോക്കിയാൽ 4ാമത്തെ ഷെയ്ഖായി നമുക്ക് കാണുന്നത് സരീസക്കത്തി റളിയല്ലാഹു അൻഹു. അവരൊറ്റ ദുആഇൻ്റെ ഫലമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്, നമ്മൾ സഹായിക്കുന്നതുകൊണ്ട് സഹകരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന പുതിയ ബിൽഡിങ്, നല്ല ബിൽഡിങ്, ഇനി നമുക്ക് ഈ ഇരിക്കുന്ന നമ്മളെ ഈ സദസ്സ് പൂർണ്ണമായി നമ്മുടെ ഗ്രൗണ്ടല്ല. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മറ്റൊരു സഹോദരൻ്റാണ്. അദ്ദേഹം 10 സെൻറ്റ് അൽഹംദുലില്ലാ തരാമെന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. ബാക്കി നമ്മളെല്ലാവരും കൂടി സഹകരിച്ച് പൂർത്തിയാക്കിയാൽ നല്ലൊരു കോമ്പൗണ്ട് കെട്ടി നല്ലൊരു ക്യാമ്പസാക്കി നമുക്ക് മാറ്റാൻ കഴിയും. ഇനിയും ഒരുപാട് പദ്ധതികൾ ഇവിടെ നമുക്ക് നടത്താനുണ്ട്. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ അതിൽ സഹകരിക്കണം. ഇനി ആരെങ്കിലും അൽഹംദുലില്ലാ 1 സെൻറ്റ് നമ്മുടെ ദാവൂദ് നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ബിൽഡിങ്ങിനും നമ്മുടെ എല്ലാ വിഷയത്തിലും കഴിയുന്ന പരമാവധി സഹായങ്ങൾ നൽകുന്ന ദാവൂദ് ആലുവ, അദ്ദേഹം 1 സെൻറ്റ് ഭൂമി 1,25,000 രൂപ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹു അക്ബർ. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്. അതിന് പകരം നീ സ്വർഗത്തിൽ സ്ഥലം കൊടുക്കണേ റഹ്മാനെ. ആ കുടുംബത്തിന് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ കൃഷിയിലൊക്കെ വലിയ പുരോഗതി നീ നൽകണേ റഹ്മാനെ. ഖൈറ ഉദ്ദേശങ്ങളൊക്കെ നീ ഹാസിലാക്കണേ റഹ്മാനെ. മൊയ്തു ഹാജി മജ്ബയിൽ അൽഹംദുലില്ലാ ഇന്നത്തെ പരിപാടിയിലേക്ക് തന്നെ അദ്ദേഹം 25,000 രൂപ നേരത്തെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സംരംഭത്തിലേക്ക് 10,000 രൂപ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. കബൂൽ ചെയ്യണേ റഹ്മാനെ. ഖൈറ ഉദ്ദേശങ്ങളൊക്കെ നീ ഹാസിലാക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി ഓരോരുത്തരും കഴിയുന്ന സ്ക്വയർ ഫീറ്റുകൾ സിദ്ദീഖ് സായദി പൊയ്യത്തുബയിൽ 10,000 രൂപ അള്ളാഹു നീ കബൂലാക്കണേ അല്ലാഹ്. ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാൻ. ആ കുടുംബത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. എന്ത് നെയ്യത്ത് വെച്ചുകൊണ്ടാണോ അല്ലാഹ് നിൻ്റെ ഇൽമും വിശുദ്ധ ഖുർആനും ഒക്കെ പഠിപ്പിക്കുന്ന ഈ ക്യാമ്പസിന് വേണ്ടി സഹായിക്കുന്നത്, നീ അവരെ സഹായിക്കണേ റഹ്മാനെ. അവരെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നല്ല നെയ്യത്താക്കി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാമ് എല്ലാ സമയവും നമ്മുടെ മക്കൾ ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ദർസ് വിദ്യാർത്ഥികൾ ഇൽമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാ നിലക്കും നല്ല നെയ്യത്താക്കി കഴിയുന്നവരൊക്കെ ഇനിയും ആ വിഷയത്തിലേക്ക് ഞാൻ നീട്ടുന്നില്ല. ഇനി നമ്മുടെ ഉസ്താദുമാരൊക്കെ സംസാരിക്കാനുണ്ട്. കഴിയുന്നവരൊക്കെ നല്ല നെയ്യത്താക്കി സഹകരിക്കുക. അല്ലാഹു തആല എല്ലാം നമ്മുടെ മുഹമ്മദ് ഹാജി ഹസൻ ബൈലി 10,000 രൂപ അള്ളാഹു നീ കബൂലാക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ റഹ്മാനെ. നമ്മുടെ മഞ്ചേശ്വരം ഉത്തരമേഖല സംയുക്തമായത്തിൻ്റെ സാരഥിയും കൂടിയാണ്. അൽഹംദുലില്ലാ. അള്ളാഹു നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഖൈറ ഉദ്ദേശങ്ങളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ആ കുടുംബത്തിൽ നീ സന്തോഷം നൽകണേ റഹ്മാനെ. ഇവിടെ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് 10,000 രൂപ അള്ളാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. ഖൈറ ഉദ്ദേശങ്ങളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി ഉസ്താദന്മാരുടെ സംസാരങ്ങളൊക്കെ ഉണ്ട്. നല്ല നെയ്യത്താക്കി പരിപാടി തീരുന്നതിൻ്റെ മുമ്പായിട്ട് ശേഷമൊക്കെ നിങ്ങൾ അറിയിക്കുക. പ്രത്യേകം നമ്മുടെ സദസ്സുകളിലൊക്കെ ദുആ നടക്കും. പ്രത്യേകിച്ച് വിശുദ്ധ റമളാനിൽ 21-ൻ്റെ പ്രാർത്ഥന സംഗമം
സമ്മേളനം, അതിൻ്റെ സ്വാഗത സംഘം, അതുപോലെ ഉറൂസിൻ്റെയൊക്കെ സ്വാഗത സംഘം ഇന്ന് വൈകുന്നേരം നടന്നു. ഇവിടെ നടക്കുന്ന എല്ലാ മജ്‌ലിസുകളിലും ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്കൊക്കെ ദുആ ഉണ്ടായിരിക്കുമെന്നറിയും. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇവിടെ പഠിച്ച് ഇനി അടുത്ത വർഷം കോളേജിൽ പോകേണ്ട ഇവിടുത്തെ ഫൈനൽ ബാച്ച് എല്ലാവരും കൂടിയിട്ട് 10,000 രൂപ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ കബൂലാക്കണേ അല്ലാഹ്, ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്, അവരെ ഇൽമിലും അവരെ എല്ലാ വിഷയത്തിലും ഇനി പുരോഗതി നൽകണേ അല്ലാഹ്. ഉഹ്റവിയായ ഹാഫിളീങ്ങളിൽ ആലിമീങ്ങളിൽ അവരെ നീ പെടുത്തണേ റഹ്മാനെ. അവരെ കുടുംബത്തിനും എല്ലാ നിലക്കുള്ള ഖൈറും ബറക്കത്തും